Dear children, you are welcome again to Focus Family Online Classroom. Today we are going to learn a beautiful story. ഇന്ന് നമ്മൾ വളരെ രസകരമായ എന്നാൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റർ ടു ഗോഡ്, ദൈവത്തിന് ഉള്ള ഒരു കത്ത്. ഹവ് യു റോട്ട് എ ലെറ്റർ ടു ഗോഡ്? നിങ്ങൾ ദൈവത്തിന് കത്ത് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ? But here is a beautiful story. You can check the pleasure of rain. മഴയുടെ സന്തോഷം അല്ലെങ്കിൽ മഴയുടെ ആനന്ദം എന്നൊക്കെ നമുക്ക് പറയാം. Do you talk to the rain, flowers, birds and clouds? നിങ്ങൾ എപ്പോഴെങ്കിലും മഴയോടോ പൂക്കളോടോ പക്ഷികളോടോ അല്ലെങ്കിൽ മേഘങ്ങളോടോ സംസാരിച്ചിട്ടുണ്ടോ? Here is a story of the man who talked to the rain. ഇവിടെ ഒരു മനുഷ്യൻ മഴയോട് സംസാരിക്കുകയാണ്. Who was the man? We can go to the story. Can you see this picture? What you can see in this picture? Here is a man and lots of trees out and a small house. Is it raining here? Yes. So we can check what is the story. The house, the only one in the whole valley, sat on the crest of a low hill. ഒരു വീട്, ആ താഴ്വരയിലെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആകെയുള്ള ഒരു വീട്. ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി. വാലി മീൻസ് താഴ്വര. എവിടെയാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്? സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. ദ ഓൺലി വൺ, ഒറ്റ ഒരു വീടേ ഉള്ളൂ. ഫ്രം ദിസ് ഹൈറ്റ്, ഈ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ എന്തൊക്കെ കാണാൻ സാധിക്കും? വൺ കുഡ് സീ ദ റിവർ. റിവർ കാണാം, താഴെയുള്ള നദി കാണാം. ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്. നല്ല വിളഞ്ഞു പാകമായി നിൽക്കുന്ന ചോളപ്പാട്. ചോളം, കോൺ മീൻസ് ചോളം എന്നും നെല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങളാണ് കോൺ എന്ന് മീൻ. ഒന്നുകിൽ ചോളപ്പാടമാകാം അല്ലെങ്കിൽ നെല്ലാകാം, അങ്ങനെയാണ്. സോ ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ, നല്ല വിളഞ്ഞു പാകമായി നിൽക്കുകയാണ്. ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്, അതിൽ പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് വിളഞ്ഞ് നല്ല പാകമായി നിൽക്കുകയാണ്. ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവസ്റ്റ്. ഒരു നല്ല വിളവെടുപ്പ് അത് വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ലൊരു വിളവെടുപ്പിന് സമയമായി നിൽക്കുകയാണ് ആ കോൺ ഫീൽഡ്. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഒരു കാര്യം മാത്രമേ വേണ്ടൂ, ഒന്നുകിൽ ആ മണ്ണിലേക്കൊരു ചെറിയ മഴ, ഒന്നുകിലൊരു മഴ അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ, അത് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. The only one thing the earth needed was a downpour or at least a shower. Shower means ഒരു ചാറ്റൽ മഴ. Throughout the morning, Lencher had done nothing else but look at the sky towards the northeast. So here is the name of the man. Who is that man? Lencher. Lencher എന്ന ആ കഥാപാത്രം ഈ സ്റ്റോറിയിൽ. So throughout the morning, രാവിലെ മുഴുവൻ ലഞ്ചർ ഹാഡ് ഡൺ നത്തിങ് എൽസ്. രാവിലെ മുഴുവൻ ലഞ്ചർ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യാണ്? ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ. അദ്ദേഹം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തിനായിരിക്കും? ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിലേക്ക് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി നിൽക്കുകയാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൺ, ഹി സെഡ്. നമുക്ക് കുറച്ചു മഴ കിട്ടുമെന്ന് തോന്നുന്നു. വൈഫിനോട് പറയുകയാണ്, അതാണ് വുമൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് വിളിച്ച് പറയുകയാണ്, നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൺ, ഹി സെഡ്. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിങ് സപ്പർ റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിങ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്യായിരുന്നു? ആ വുമൺ, ആ സ്ത്രീ എന്ത് ചെയ്യായിരുന്നു? ഷി വാസ് പ്രിപ്പയറിങ് സപ്പർ. സപ്പർ മീൻസ് രാത്രി ഭക്ഷണം. സപ്പർ റെഡിയാക്കുകയായിരുന്നു. റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിങ്. അതെ, ദൈവം കനിഞ്ഞാൽ അല്ലേ? ദൈവം കനിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ കിട്ടും. ചോളപ്പാടങ്ങളെല്ലാം നല്ല പാകമായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മഴ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ വിളവെടുപ്പ് നടത്താം. യെസ് ഗോഡ് വില്ലിങ് എന്ന് വൈഫ് പറഞ്ഞു. ഡ്യൂറിങ് ദ മീൽ, ഭക്ഷണ സമയത്ത്, ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ തുടങ്ങി. ബിഗ് ഡ്രോപ്സ്, വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ദ ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. നോക്കൂ, വലിയ മൗണ്ടെയിൻസിൽ നിന്ന് ക്ലൗഡ്സുകൾ ഇങ്ങനെ വരുന്നത് കാണാം. ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. നമ്മുടെ ആ എയർ
വളരെ ഫ്രഷായിരിക്കുന്നു, സ്വീറ്റായിരിക്കുകയാണ് ഈ സമയം. മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ലഞ്ചോ വെൻറ്റ് ഔട്ട് ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിനിങ് ഓൺ ഹിസ് ബോഡി. ലഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ മുഴുവൻ, അല്ലേ? അപ്പോൾ ലഞ്ചോ പുറത്തേക്ക് പോയി ആ സന്തോഷം കൊണ്ട് ആ മഴത്തുള്ളികൾ തൻ്റെ ദേഹത്തേക്ക് വീഴുന്ന ആ ഒരു സന്തോഷം അതറിയാൻ വേണ്ടി ലഞ്ചോ പുറത്തേക്ക് പോയി. ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ. ഇത് മഴത്തുള്ളികൾ തന്നെ അല്ലേ ആകാശത്തു നിന്ന് വീഴുന്നത്? ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. അപ്പോൾ ലഞ്ചോയ്ക്ക് തോന്നിയത് അതൊരു പുതിയ നാണയങ്ങളെ പോലെയാണ്. ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. പുതിയ നാണയങ്ങൾ പോലെയാണ് ലഞ്ചോയ്ക്ക് ആ മഴത്തുള്ളികൾ അനുഭവപ്പെട്ടത്. ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ്. വലിയ മഴത്തുള്ളികൾ 10ൻ്റെ നാണയങ്ങളാണ്. ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5. ചെറിയ മഴത്തുള്ളികളോ 5ൻ്റെ നാണയങ്ങൾ. അപ്പോൾ സോ ലഞ്ചോയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വലിയ മഴത്തുള്ളികൾ ബിഗ് ഡ്രോപ്സ് വീഴുമ്പോൾ അത് 10 കോയിൻസ് ആണ്, 10ൻ്റെ നാണയങ്ങളായിട്ടാണ്. കോയിൻസ് ഓഫ് 10s ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5s. ചെറിയ മഴത്തുള്ളികൾ 5ൻ്റെ നാണയങ്ങളായിട്ടാണ് ലഞ്ചോയ്ക്ക് തോന്നുകയാണ് അങ്ങനെ. അപ്പോൾ ലഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായി. മഴ പെയ്യുകയാണ്, മഴ തുടങ്ങി, ലഞ്ചോയ്ക്ക് സന്തോഷമായി. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എ നൈറ്റ് ഓഫ് സോറോ. പെട്ടെന്നാണ് ആ ഒരു അവസ്ഥ, ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെറിയ മഴ, ആ ഒരു അവസ്ഥ, സിറ്റുവേഷൻ മാറി, ആ സാഹചര്യം മാറുന്നു. എ നൈറ്റ് ഓഫ് സോറോ. ആ രാത്രി ദുഃഖത്തിൻ്റേതായിട്ട് മാറുന്നു, സങ്കടത്തിൻ്റേതായിട്ട് മാറുന്നു. എന്താ സംഭവിച്ചത്? വി ക്യാൻ ചെക്ക്. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. അപ്പോൾ ലഞ്ചോ ഇങ്ങനെ ആ വിളഞ്ഞ് പാകമായ കോൺ നോക്കി നിൽക്കുകയാണ്. വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. ആ പൂക്കളിലെല്ലാം മഴത്തുള്ളികൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു മഴയുടെ ഒരു കർട്ടൻ, അല്ലെങ്കിൽ മഴ കൊണ്ട് ഇങ്ങനെ പുതപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആ ഫ്ലവേഴ്സ് കാണുന്നത്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഡൻലി, പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. ശക്തമായ കാറ്റ്, വലിയൊരു കാറ്റടിക്കാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. വലിയ മഞ്ഞുകട്ടകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഹെയിൽ സ്റ്റോൺസ് എന്ന് വെച്ചാൽ ആലിപ്പഴമെന്നും പറയാം. അതിൻ്റെ വലിയ കട്ടകൾ വീഴാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. അത് അപകടമാണ്, അല്ലേ? മഞ്ഞുകട്ടകൾ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചോളപ്പാടം മുഴുവനും നശിച്ചു പോകും. വിളഞ്ഞു പാകമായി നിൽക്കുന്ന ആ ചോളപ്പാടങ്ങൾ മുഴുവൻ നശിച്ചു പോകും. ഇത് ശരിയാവില്ല. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഇത് മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എക്സ്ക്ലെയിംഡ് ലഞ്ചോ. ലഞ്ചോ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് നിൽക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. പെട്ടെന്ന് പോയിരുന്നെങ്കിൽ, ലഞ്ചോയുടെ പ്രതീക്ഷയാണ് ഇങ്ങനെ. ഇതിങ്ങനെ നിന്നാൽ ശരിയാവില്ല, ചോളപ്പാടം മുഴുവൻ നശിക്കും. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. പക്ഷേ അത് പെട്ടെന്ന് പോയില്ല. ആ മഞ്ഞ് വീഴ്ച പോയില്ല, പെട്ടെന്ന് പോയില്ല. എന്ത് സംഭവിച്ചു? ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്. 1 മണിക്കൂറോളം ആ ഒരു മഞ്ഞ് വീഴ്ച നീണ്ടു നിന്നു. എവിടേക്കാണ് ആ മഞ്ഞ് മൂടിയത്, മഞ്ഞ് വീണത് എവിടേക്കാണ്? ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. ഗാർഡനിലും ആ കുന്നിൻ ചരിവുകൾ മുഴുവൻ, ദ കോൺഫീൽഡ് ചോളപ്പാടം മുഴുവൻ, ആൻഡ് ദ ഹോൾ വാലി. എന്തിനു പറയുന്നു? ആ താഴ്വര മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടി. സോ ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ്. ദ ഫീൽഡ് വാസ് വൈറ്റ്. ഇപ്പോൾ ആ ഫീൽഡ് നോക്കുമ്പോൾ, കോൺഫീൽഡ് എല്ലാം നോക്കുമ്പോൾ വെള്ള നിറമായി. കാരണം മഞ്ഞ് കട്ടകൾ വീണ് വൈറ്റ് കളറായിട്ട് മാറിയിരിക്കുകയാണ്. ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ഉപ്പ് വിതറിയ പോലെ, അല്ലെങ്കിൽ ഉപ്പ് കൊണ്ട് മൂടിയതുപോലെ, സാൾട്ട് മൂടിയതുപോലെ വൈറ്റ് കളറായി മാറിയിരിക്കുകയാണ് ആ ഫീൽഡ് മുഴുവൻ. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങളിൽ നിന്നും ഒറ്റ ഇലകൾ ബാക്കിയില്ല. ക്യാൻ യു സീ ദിസ് പിക്ചർ? Can you see these trees? Not a leaf remained on the trees. നോക്കൂ, മരങ്ങളിൽ ഒറ്റ ഇലകൾ പോലും ബാക്കിയില്ല, മുഴുവനും കൊഴിഞ്ഞു പോയിരിക്കുന്നു. It's really getting bad, isn't it? We can check what happened next. The corn was totally destroyed. അങ്ങനെ ലഞ്ചോയുടെ ആ പ്രതീക്ഷയായിരുന്നു ആ ചോളപ്പാടം, അല്ലേ? വിളഞ്ഞു പാകമായി നിൽക്കുകയാണ്, അത് മുഴുവനും നശിച്ചു. The corn was totally destroyed.
The flowers had disappeared from the plants. പ്ലാന്റ്സിൽ നിന്ന് പൂക്കൾ ഡിസപ്പിയർ ആയി, അപ്രത്യക്ഷമായി. The flowers had disappeared from the plants. Lencho's soul was filled with sadness. ലെഞ്ചോയുടെ മനസ്സ് അല്ലെങ്കിൽ ലെഞ്ചോയുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു. That night was a sorrowful one. ആ ഒരു രാത്രി ദുഃഖത്തിൻ്റെ രാത്രിയായിരുന്നു. ദുഃഖം നിറഞ്ഞു നിന്ന ലെഞ്ചോയുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു രാത്രിയായിട്ട് മാറി. That night was a sorrowful one. This year we will have no corn. ഈ വർഷം നമുക്ക് കോൺ ഇല്ല, നമുക്ക് ധാന്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ചോളം ഇല്ല. This year we will have no corn. There's no one to help us. ഈ വർഷം നമ്മളെ സഹായിക്കാൻ ആരുമില്ല. There's no one to help us. We will all hungry this year. നമ്മൾ ഈ വർഷം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും, വിശപ്പ് സഹിക്കേണ്ടി വരും. We will go hungry this year. ലെഞ്ചോ പറയുകയാണ് വൈഫിനോട്. But in the hearts of all who lived in the solitary house there was a single hope, that is help from God. ഈ ഏകാന്തമായ വീട്ടിൽ നമുക്കിനിയും ഒറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എന്താണത്? ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സഹായം. All through the night Lencho thought only of his one hope. ആ രാത്രി മുഴുവൻ ലെഞ്ചോയുടെ ഒറ്റ ചിന്ത എന്തേ ഉള്ളായിരുന്നു? ദൈവം, അല്ലേ? ഈശ്വരനെ വിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ദൈവത്തിലുള്ള ഒറ്റ വിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ മാത്രമേ ലെഞ്ചോയ്ക്ക് ഇനി പ്രതീക്ഷയുള്ളൂ. All through the night Lencho thought only of his one hope, that is God. So what will happen next? We can check. At the post office. എന്താണ്? What will happen at the post office? എന്താണ് പോസ്റ്റ് ഓഫീസിലുണ്ടായ സംഭവം? സോ അപ്പം ദൈവത്തിലാണ് ആരുടെ പ്രതീക്ഷ? ഇനിയും ലെഞ്ചോയുടെ പ്രതീക്ഷ. എന്തായിരിക്കും ഇനി സംഭവിക്കുക? നോക്കാം നമുക്ക്. Lencho was an ox of a man working like an animal in the fields. നമ്മൾ കണ്ടിട്ടില്ലേ ഫീൽഡുകളിൽ പണിയെടുക്കുന്ന കാളകൾ? അതേപോലെ വളരെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കാളകളെപ്പോലെ പണിയെടുക്കുന്ന, ആനിമലിനെ വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. ഒരു ആനിമലിനെ പോലെ, ഫീൽഡിൽ പണിയെടുക്കുന്ന ഒരു ആനിമലിനെ പോലെയായിരുന്നു ലെഞ്ചോ. Lencho was an ox of a man working like an animal in the field. Still he know how to write. പക്ഷെ എന്നിരുന്നാലും ലെഞ്ചോയ്ക്ക് എഴുതാൻ അറിയാം, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. Still he know how to write. The following Sunday at daybreak he began to write a letter. തൊട്ടടുത്ത ദിവസം ഒരു സൺഡേയിൽ അതിരാവിലെ തന്നെ ലെഞ്ചോ he began to write a letter. ഒരു കത്തെഴുതാൻ തുടങ്ങി. ആർക്കായിരിക്കും ലെഞ്ചോ കത്തെഴുതിയത്? നോക്കാം നമുക്ക്. It was nothing less than a letter to God. അത് മറ്റൊന്നുമായിരുന്നില്ല, letter to God, ദൈവത്തിനുള്ള ആ കത്ത്. He started writing a letter. ആർക്കാണ്? To God. So we can check എന്തായിരുന്നു ആ കത്തെന്ന് നമുക്ക് നോക്കാം. വളരെ രസകരമായ ആ കത്ത്. Dear God, if you don't help me, my family and I will go hungry this year. Dear God, പ്രിയമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള കാരുണ്യവാനായ ദൈവമേ, if you don't help me, എന്നെ സഹായിച്ചില്ലെങ്കിൽ, അങ്ങ് എന്നെ സഹായിച്ചില്ലെങ്കിൽ, my family and I will go to hungry this year. ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും, അങ്ങ് സഹായിച്ചില്ലെങ്കിൽ. I need 100 pesos in order to sow my field again. എനിക്ക് എന്ത് വേണം? 100 പെസോസ് വേണം. പെസോസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോയിൻസിനല്ല, ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ ഫിലിപ്പീൻസിനൊക്കെയുള്ള കോയിൻസിനാണ് പെസോസ് എന്ന് പറയുന്നത്. സോ I need 100 pesos in order to sow my field again. അപ്പോൾ ലെഞ്ചോ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത് കത്തിൽ? എനിക്ക് 100 pesos വേണം. എന്തിനാണ്? To sow my field again. എൻ്റെ ആ ഫീൽഡിൽ ഇനിയും വിത്ത് വിതയ്ക്കാൻ വേണ്ടി എനിക്ക് 100 pesos വേണം. അതിന് മാത്രമാണോ? To live until the crops comes. ക്രോപ്സ് വരുന്നിടം വരെ ജീവിക്കാൻ, എനിക്കും എൻ്റെ കുടുംബത്തിനും ക്രോപ്സ് വിളഞ്ഞു പാകമാകുന്നിടം വരെ ജീവിക്കാൻ വേണ്ടി എനിക്ക് 100 pesos വേണം. Because of the hailstorm you sent, everything is lost. കാരണം അങ്ങ് അയച്ച ഹെയിൽസ്റ്റോം എൻ്റെ വിളകൾ മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ ദൈവം അയച്ച ഹെയിൽസ്റ്റോം ആണ് അല്ലേ? അങ്ങ് അയച്ച ഹെയിൽസ്റ്റോം
കാരണം എൻ്റെ വിളകൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എവരിത്തിങ് ഈസ് ലോസ്റ്റ്. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ലഞ്ചോ, ഇവിടെ ലഞ്ചോയുടെ സിഗ്നേച്ചറും ഉണ്ട്. വെരി ഗുഡ് സിഗ്നേച്ചർ, ഇസ്ന്റ് ഇറ്റ്? നല്ലൊരു സിഗ്നേച്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. ദൈവത്തിന് കത്തെഴുതി അദ്ദേഹം റെഡിയാക്കി വെച്ചു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ്. എൻവലപ്പിൻ്റെ മുകളിൽ എന്ത് എഴുതി? ടു ഗോഡ്. അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് ഗോഡിനാണ് അല്ലേ, ദൈവത്തിനാണ് കത്ത് എഴുതുന്നത്. അപ്പോൾ ടു ഗോഡ് എന്ന് വെച്ച്. ആൻഡ് വെൻ ടു ദ ടൗൺ. എന്നിട്ട് അതുമായി ടൗണിലേക്ക് പോയി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്. പോസ്റ്റ് ഓഫീസിലെത്തി അവിടെ നിന്ന് ഒരു സ്റ്റാമ്പ് വാങ്ങിച്ച് ഒട്ടിച്ചു. അതിനുശേഷം അത് ലെറ്റർ ബോക്സ് അല്ലെങ്കിൽ മെയിൽ ബോക്സിൽ ഇട്ടു. Can you see this picture? Lancho is putting the letter into the mail box. What happened next? The postman went to his boss laughing heartily. പോസ്റ്റ്മാൻ ഒരു ചിരിയോടുകൂടി തൻ്റെ ബോസിൻ്റെ അടുത്ത്, അതായത് പോസ്റ്റ് മാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നു. ഈ കത്ത് കിട്ടിയിട്ടുണ്ടാവും. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. ആ കത്ത് പോസ്റ്റ് മാസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു. പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിൽ ആ കത്ത് കൊടുത്തു. ആ ഗോഡിനുള്ള ഒരു കത്ത്, ലെറ്റർ ടു ഗോഡ്. ദ പോസ്റ്റ് മാസ്റ്റർ ഓൾസോ ബ്രോക്ക് ഇൻ ടു എ ലാഫ്. പോസ്റ്റ് മാസ്റ്റർക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഈ കത്ത് വായിച്ചിട്ട്. ഇത് ആദ്യമായിട്ടാണ്. ആരെങ്കിലും എഴുതുമോ ദൈവത്തിൻ്റെ ഒരു കത്ത്? ആരെങ്കിലും എഴുതുമോ? പക്ഷേ അതാ ഇവിടെ ലഞ്ച് എഴുതിയിരിക്കുന്നു. പോസ്റ്റ് മാസ്റ്റർക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഇത് കണ്ടപ്പോൾ, വായിച്ചപ്പോൾ. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ആ തമാശ വിട്ട്, ആ ചിരി വിട്ട് സീരിയസ് ആയിട്ട് മാറി, ഗൗരവമായിട്ട് മാറി. വാട്ട് ഫെയ്ത്ത്? എന്തൊരു വിശ്വാസമാണിത്! ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. എനിക്കും ആ മനുഷ്യനെ പോലെ ഇതേപോലെ വിശ്വാസമുണ്ടായിരുന്നു. ആ മനുഷ്യനെ പോലുള്ള വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. ഹു റോട്ട് ദിസ് ലെറ്റർ, ആ കത്തെഴുതിയ ആ മനുഷ്യനെ പോലെ എനിക്കും വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ. വാട്ട് എ ഫെയ്ത്ത്! എന്തൊരു വിശ്വാസമാണിത്! പോസ്റ്റ് മാസ്റ്റർ പറയുകയാണ്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഇതേ സാദൃശ്യമുള്ള അല്ലെങ്കിൽ ഇതേപോലെ മറ്റൊരു കത്ത് ഗോഡിന് എഴുതുന്നത്. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇമാജിൻ ചെയ്യുകയാണ്. എന്തൊരു വിശ്വാസമാണിത്! സി, ഇവിടെ ഹിയർ ഹാവ് പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ദ പോസ്റ്റ്മാൻ. അവർ രണ്ടുപേരും കൂടി ഇതിനെക്കുറിച്ച് വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പെട്ടെന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ആശയം തോന്നി, ഒരു ഐഡിയ തോന്നി. സെൻഡ് എ റീപ്ലൈ ടു ലഞ്ചോ ഫ്രം ഗോഡ്. ഗോഡിൻ്റെ സ്ഥാനത്ത് നിന്ന് ലഞ്ചോയ്ക്കൊരു മറുപടി എഴുതിയാലോ, അല്ലെങ്കിൽ ഒരു റീപ്ലൈ കൊടുത്താലോ. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ. പക്ഷേ ആ മനസ്സിനെക്കാട്ടിലും ആൻ ഇങ്ക് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. പക്ഷേ ഈ കത്തിന് മറുപടിയായി ഒരു നല്ല മനസ്സുണ്ട്, പക്ഷേ ഇങ്കുണ്ട്, പേപ്പറുണ്ട്, അതൊക്കെ പോരാ. അതിനേക്കാട്ടിലൊക്കെ അപ്പുറം വേറെ ഒരു കാര്യം ആവശ്യമാണ്. എന്താണ്? പെസോസ്. കാരണം പെസോസ് ആണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ലഞ്ച് ആവശ്യപ്പെട്ടിരുന്നത് 100 പെസോസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദൈവത്തോട്. അപ്പം വെറുതെ കത്ത് റീപ്ലൈ മറുപടി കൊടുത്താൽ മതിയോ? പോരാ. അപ്പം പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസിലെ മറ്റ് സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കുറച്ച് ശേഖരണം, പെസോസ് ശേഖരിക്കാൻ തുടങ്ങി. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നും ഒരു ഭാഗം ആ കളക്ഷനിൽ ഇട്ടു. അങ്ങനെ ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ എ 100 പെസോസ്. പക്ഷേ എല്ലാവരും കൂടി ഇട്ടെങ്കിലും 100 പെസോസ് ആക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ. അത് അസാധ്യമായൊരു കാര്യമായിരുന്നു. എല്ലാവരും ആവശ്യത്തിനിട്ടു, പക്ഷേ 100 പെസോസ് ആയില്ല. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാർമർ ഓൺലി 70 പെസോസ്. 70 പെസോസ്, 70 പെസോസ് മാത്രമാണ് ആ കർഷകന് ലഞ്ചോയ്ക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ്. ആ 70 പെസോസ് അദ്ദേഹം എൻവലപ്പിലിട്ടു. ആൻഡ് അഡ്രസ്ഡ് ടു ലഞ്ചോയുടെ അഡ്രസ്സിലേക്ക് അയച്ചു. ഹി സെൻഡ് ദ ലെറ്റർ എലോങ് വിത്ത് ഇറ്റ്. അതോടൊപ്പം ഒരു ലെറ്റർ കൂടി വെച്ചു. ഹി സെൻഡ് എ ലെറ്റർ എലോങ് വിത്ത് ഇറ്റ്. ആ പൈസയുടെ കൂടെ, ആ പെസോസിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടി വെച്ചു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി വിത്ത് എ സിഗ്നേച്ചർ ഗോഡ്. അവിടെ ഗോഡിൻ്റെ ഒരു സിഗ്നേച്ചർ മാത്രമാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇസ്ന്റ് ഇറ്റ്? ഗോഡ് റീപ്ലൈസ്. അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി
ലഞ്ചോയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ ഫോളോവിങ് ഡേ ലഞ്ചോ വെൻറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. തൊട്ടടുത്ത ദിവസം മുഴുവൻ ലഞ്ചോ അതിരാവിലെ തന്നെ പതിവിലും നേരത്തെ തന്നെ എവിടെ എത്തി? പോസ്റ്റ് ഓഫീസിലെത്തി. കാരണം ദൈവത്തിൻ്റെ മറുപടി വന്നോ അല്ലേ, പൈസ കിട്ടുന്നോ, പെസസ് കിട്ടുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി, പതിവിലും നേരത്തെ തന്നെ. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദെയർ വാസ് എ ലെറ്റർ ഫോർ ഹിം. പോസ്റ്റ്മാനോട് ചോദിച്ചു തനിക്കൊരു കത്ത് വന്നോ എന്ന് ചോദിച്ചു. ദ പോസ്റ്റ്മാൻ ഹാൻഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ ഒരു കത്തെടുത്ത് ലഞ്ചോയുടെ കയ്യിൽ കൊടുത്തു. ദ പോസ്റ്റ്മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. ഇത് ആര് കാണുന്നുണ്ടായിരുന്നു? പോസ്റ്റ് മാസ്റ്റർ ഡോറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കാരണം പോസ്റ്റ് മാസ്റ്റർ എല്ലാവരും കൂടി പിരിവെടുത്ത് 70 പെസസ് ആക്കി ലഞ്ചോയ്ക്ക് കൊടുത്ത ആ ഒരു കത്താണ് അല്ലേ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ക്യാൻ യു സീ ദിസ് പിക്ചർ? പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ നോക്കുകയാണ്. ലഞ്ചോ ഈ കത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ ആ പെസസ് എടുത്തിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് ലഞ്ചോയുടെ റീപ്ലൈ എന്നറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മാസ്റ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുമുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? Lencho showed not the slightest surprise on the seeing the money. Such was his confidence. ലഞ്ചോയുടെ മുഖത്ത് ഒരു അതിശയമോ ഒന്നുമില്ല. അത് കണ്ടിട്ട് ഒന്നുമില്ല, വളരെ കോൺഫിഡൻസ് ആണ്. ആ മണി കണ്ടിട്ട് ഒന്നും സംഭവിച്ചില്ല. ദൈവം തന്നതാണ്, യെസ് അല്ലേ, ഗോഡ് സെൻറ്റ്. അപ്പോൾ ദൈവം അയച്ചതാണ്. അപ്പം ഒരു എന്താ പറയുക, ഒരു അതിശയവുമില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ല കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് പെട്ടെന്നാണ് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പക്ഷേ ആ പെസോസ് എണ്ണി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം വന്നു, കുറച്ച് ദേഷ്യം വന്നു. എന്ത് പറയുകയാണ്? ഗോഡ് കുഡ് നോട്ട് ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരു തെറ്റു പറ്റില്ല. കുഡ് നോട്ട് ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിനൊരു തെറ്റു പറ്റാൻ പാടില്ല. ദൈവത്തിനൊരു തെറ്റ് സംഭവിക്കില്ല, മിസ്റ്റേക്ക് പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ Lencho went up to the window to ask for paper and ink. പെട്ടെന്ന് തന്നെ ലഞ്ചോ വിൻഡോയുടെ അടുത്ത് ചെന്ന്, പോസ്റ്റ് ഓഫീസിലെ വിൻഡോയുടെ അടുത്ത് ചെന്നിട്ട് ഒരു പേപ്പറും ഇങ്കും വാങ്ങിച്ചു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. എന്നിട്ട് അവിടെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ചെല്ലുമ്പോൾ എഴുതാനൊക്കെയുള്ള ഒരു ബെഞ്ചും മേശയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്നു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. എന്നിട്ട് എഴുതാൻ തുടങ്ങി. എന്താണ്? When he finished, he went to the window to buy a stamp. എഴുതി കഴിഞ്ഞതിന് ശേഷം നേരെ വീണ്ടും വിൻഡോയുടെ അടുത്ത് പോയി ഒരു സ്റ്റാമ്പ് വാങ്ങിച്ചു. He licked the stamp and then affixed it on the envelope with a thumb of his fist. അപ്പോൾ ആ സ്റ്റാമ്പ് എങ്ങനെയാണ് ഒട്ടിക്കുന്നത്? ലഞ്ചോ നാക്കിൽ നിന്നും തുപ്പൽ തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, പണ്ട് കൊച്ചുകുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അപ്പോൾ ലഞ്ചോയ്ക്ക് പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറെ പശയൊന്നും എടുക്കാൻ സമയമില്ല. പെട്ടെന്ന് നാക്കിലിങ്ങനെ തൊട്ടിട്ട് തുപ്പൽ പുരട്ടി ഒട്ടിക്കുകയാണ്. സ്റ്റാമ്പ് ഒട്ടിച്ചു. എന്നിട്ട് കയ്യുടെ തമ്പ് ഉപയോഗിച്ചിട്ട് അത് അമർത്തി ഇങ്ങനെ ഒട്ടിച്ചു. ആ സ്റ്റാമ്പ് ഒട്ടിച്ചു. The moment the letter fell into the mailbox, the postmaster went to open it. അങ്ങനെ ആ ലെറ്റർ മെയിൽ ബോക്സിൽ ഇട്ടിട്ട് മാറിയതും മാത്രമല്ല, പോസ്റ്റ് മാസ്റ്റർ പോയി അത് എടുത്തു. കാരണം പോസ്റ്റ് മാസ്റ്റർ എല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ലഞ്ചോ തിരിച്ച് റീപ്ലൈ അയക്കുന്നത് എന്താണ്? ലഞ്ചോയുടെ മറുപടി താനും തൻ്റെ സഹപ്രവർത്തനം കൂടി 70 പെസോസ് ശേഖരിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം ലഞ്ചോയുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേഗം പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? അത് പോയി എടുത്ത് തുറന്നു നോക്കി. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? Merciful God, കരുണയുള്ള ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ only 70 pesos reached me. ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ, ഞാൻ ആവശ്യപ്പെട്ട ആ മണിയിൽ ആ പെസോസിൽ only 70 pesos reached me. എനിക്ക് 70 പെസോസേ ഇവിടെ കിട്ടിയുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്, ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ അയച്ചു തരണം. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി, എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്, എനിക്ക് അത്യാവശ്യമാണ്, ബാക്കി പെട്ടെന്ന് തന്നെ അയച്ചു തരണം, എനിക്ക് 70 പെസസ് കിട്ടിയുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ മെയിൽ വഴി ഇനി അയക്കേണ്ട, ബാക്കിയുള്ള തുക മെയിൽ വഴി അയക്കേണ്ട, പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ട. എന്താ കാരണം? ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബെഞ്ച് ഓഫ് ക്രൂക്സ്. നോക്കൂ, എന്താ ലഞ്ചോ പറയുന്നത്? ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബെഞ്ച് ഓഫ് ക്രൂസ്. കാരണം പോസ്റ്റ് ഓഫീസിലുള്ള ജോലിക്കാർ മുഴുവനും കള്ളന്മാരാണ്.
അവർ കൂട്ടത്തോടെ കള്ളന്മാരാണ്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് വഴി പൈസ അയക്കേണ്ട. നോക്കൂ, എന്താണ് ഈ കത്താണോ പോസ്റ്റ് മാസ്റ്റർ പ്രതീക്ഷിച്ചിരുന്നത്? ഈ റീപ്ലൈ ആണോ ലെഞ്ചോയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്? അല്ല. അപ്പോൾ ലെഞ്ചോ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ദൈവം 100 പെസസ് അയച്ചിട്ടുണ്ട്, അതിൽ ബാക്കിയുള്ള 30 പെസസ് ആരെടുത്തിട്ടുണ്ടാവും? പോസ്റ്റ് ഓഫീസിൽ ആരെങ്കിലും കട്ടിട്ടുണ്ടാവും, മോഷ്ടിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? അല്ല. ആ പോസ്റ്റ് മാസ്റ്റർ നല്ല മനുഷ്യനായത് കാരണം പൈസ പെസസ് ശേഖരിച്ച് 70 പെസസ് ആക്കി തിരിച്ചു കൊടുത്തപ്പോൾ തിരിച്ച് കിട്ടിയ മറുപടി ഇതാണ്. സോ ലെഞ്ചോയുടെ ചിന്ത അങ്ങനെയായിരുന്നു. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബെഞ്ച് ഓഫ് ക്രൂക്സ്. ഇത് ലെഞ്ചോയുടെ സിഗ്നേച്ചറും ഉണ്ട്. ഇത് വായിച്ചപ്പോൾ എന്തായിരിക്കും നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിൻ്റെയും അവിടെയുള്ള എംപ്ലോയീസിൻ്റെയും ഒരു അവസ്ഥ? വളരെ കഷ്ടപ്പെട്ട് ലെഞ്ചോയെ സഹായിക്കാൻ പോയതാണ്. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ? വളരെ ഇൻട്രസ്റ്റിങ്ങും പക്ഷേ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന സ്റ്റോറീസാണ് അല്ലേ? ദൈവത്തിനുള്ള കത്ത്, ദൈവത്തിനുള്ള കത്ത്. നമ്മൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ദൈവത്തിന് കത്ത്? ഇല്ല. പക്ഷേ ലെഞ്ചോ എഴുതി. എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവം എന്ന് വിചാരിക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ മനുഷ്യർ തന്നെയാണ് ദൈവം. എപ്പോഴാണ് മനുഷ്യൻ ദൈവമാകുന്നത്? നമ്മുടെ മനസ്സ് നല്ല മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ല മനസ്സുണ്ടാകുമ്പോൾ ആണ് നമ്മൾ ദൈവമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനോട് തുല്യരായിട്ട് മാറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആരാണ് ദൈവം? ഇവിടെ പോസ്റ്റ് മാസ്റ്ററാണ് ദൈവം. Isn't it? So anyway, it was very interesting story. Letter to God എന്ന സ്റ്റോറി എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ സ്റ്റോറി ഒരു മിനിമം 20 ടൈംസ് നന്നായിട്ട് ഈ സ്റ്റോറി മുഴുവൻ നിങ്ങൾ വായിക്കുക. വായിച്ചതിന് ശേഷം ഇതിലെ ടഫ് വേർഡ്സ്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ്, ഇന്നത്തിൽ പ്രയാസപ്പെട്ട ഉള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. ആൻഡ് ഓൾസോ യു ഹാവ് ഡിക്ഷണറി, നിങ്ങൾക്ക് ഡിക്ഷണറി ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ആ വാക്കിൻ്റെ മീനിങ്സ് കണ്ടെത്തി നിങ്ങളുടെ വേർഡ് ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് ആ വേർഡും മീനിങ്ങും പഠിച്ചു വെക്കണം. ഓരോ സ്റ്റോറി പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, ഓരോ സ്റ്റോറി പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. അതിലെ ടഫ് വേർഡ്സ് കണ്ടെത്തുക, അതിൻ്റെ മീനിങ് കണ്ടെത്തുക, ബുക്കിൽ എഴുതുക, അതിനുശേഷം അത് കാണാതെ പഠിച്ചു വെക്കുക. കാരണം ഓരോ സ്റ്റോറിയിലും പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ആ പുതിയ വാക്കുകൾ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മെമ്മറിയിലുള്ള ഇംഗ്ലീഷിൻ്റെ വേർഡ്സുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. So, is it clear? Okay. So, we can conclude today's class. The next class, we will take the questions, lot of questions have and lot of other activities have. So, you can learn. So, you learn properly and share with your friends. Don't remember, subscribe our channel Focus Family. So, we can meet in the next class. Take care. Thank you. Bye.